ഇപ്പോൾ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യുകയാണ്. തത്സമയം അടുത്തത് സുഹറ ഡോക്ടർ ഓഫ് ബി ഫാത്തിമ നിയർ ചിന്മയ സ്കൂൾ ബദിയെടുക്ക. സുഹറ. ഗായത്രി ബെള്ളൂർ. ഗായത്രി ബെള്ളൂർ. കീർത്തി എന്മകജെ. കീർത്തി എന്മകജെ. സന്ദീപ് കള്ളാർ. സന്ദീപ് താഴത്തുപേട് മുത്തപ്പൻമല കള്ളാർ. നിതീഷ് സൺ ഓഫ് അശോക് റായ് കാരടുക്ക. നിതീഷ്. നിതീഷ്. സജിത കെ വി കെയർ ഓഫ് ബാലൻ കെ വി കിഴക്കേ വീട്ടിൽ കയ്യൂർ ചിമേനി. സജിത കെ വി. അഹമ്മദ് കുഞ്ഞി സൺ ഓഫ് മറിയുമ കുമ്പടാജ്. അഹമ്മദ് കുഞ്ഞി സൺ ഓഫ് മറിയുമ കുമ്പടാജ്. ഉസ്മാൻ സൺ ഓഫ് ഷാഫി മുളിയാർ. ഉസ്മാൻ സൺ ഓഫ് ഷാഫി മുളിയാർ. ടോണി സൺ ഓഫ് ജോൺ തന്നത്തടി. ടോണി സൺ ഓഫ് ജോൺ തന്നത്തടി. ടോണി സൺ ഓഫ് ജോൺ വേലിക്കകത്ത് ഹൗസ് പനത്തടി. ആദർശ് സൺ ഓഫ് രാഘവൻ അത്തിക്കൽ വീട് പുല്ലൂർ പെരിയ. ആദർശ് സൺ ഓഫ് രാഘവൻ അത്തിക്കൽ വീട് പുല്ലൂർ പെരിയ. ഇവിടെ എൻഡോസൾഫാന്റെ ദുരിതം അനുഭവിക്കുന്ന 11 പഞ്ചായത്തുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് ധനസഹായം വിതരണം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഈ ചടങ്ങിന് ശേഷം പ്രത്യേകം സജ്ജമാക്കിയ കൗണ്ടറുകളിൽ വെച്ച് ധനസഹായ വിതരണം നൽകുന്നതാണ്. സഹോദരി സഹോദരന്മാരെ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാടാകെ വേദനിക്കുന്ന ഒരു പ്രശ്നവുമാണ്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് ന്യായം എന്ന് പറയാറുണ്ടല്ലോ. അത് അന്വർത്ഥമാക്കുമാറുള്ള ഒരു കാഴ്ച ഇവിടെ കാണുകയില്ല. എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി അത് വലിയ സ്വാധീനമുള്ള ഒരു കമ്പനിയാണ്. അവരെ ഇതൊരു പവിത്രമായ ഉൽപ്പന്നമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ശാസ്ത്രജ്ഞരും ശാസ്ത്രലോകവും നമുക്ക് സംഭവിച്ച ദുരന്തത്തിന് എൻഡോസൾഫാനാണ് കാരണം
എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സത്യത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ഇവരിങ്ങനെ ആളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും ഇവിടെ കണ്ട ഒരു കാഴ്ച നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല, ഒരു വകതിരിവില്ലാത്ത ആളാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വകതിരിവ് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, എൻഡോസൾഫാൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ ഭാഗത്ത് ആൾക്കൂട്ടത്തിൽ വന്നു നിന്നത്. ഒരു കടലാസിൽ പോസ്റ്ററായിട്ട് എഴുതിയ ഒരു കാര്യം സ്റ്റേജിലേക്ക് അദ്ദേഹം കാണിച്ചു. അതിൽ പറയുന്നത് ഇങ്ങനെയൊരു രോഗമില്ല, ഇതൊക്കെ തട്ടിപ്പാണ് എന്നാണ്. അത് എൻഡോസൾഫാൻ്റെ വാദമാണ്. ആ വാദം സ്വീകരിക്കാനും അതിവിടെ പറയാനും ഈ വേദിക്കടുത്ത് വന്നു നിന്ന് അത് കാണിക്കാനും തയ്യാറായെങ്കിൽ അതിന് പിന്നിൽ കിട്ടിയത് എന്താണ് എന്ന് ആലോചിക്കാൻ മാത്രമേ തയ്യാറാകേണ്ടതായിട്ടുള്ളൂ. സാധാരണ നിലക്ക് മനുഷ്യത്വം ഉള്ളൊരാൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ആ എഴുതിയ പോസ്റ്ററുമായി വന്ന സുഹൃത്തിനോട് ഒരു കാര്യം മാത്രമേ ഇപ്പോൾ ഉപദേശിക്കാനുള്ളൂ. കമ്പനിയുടെ വാക്ക് വിശ്വസിച്ച് ഇത് അമൃതാണ് എന്ന് കരുതി ഒരു ഗ്ലാസ് എൻഡോസൾഫാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കുടിച്ചു കളയരുതേ എന്ന ഒരു അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിന് മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. വല്ലതും അതിന് പിന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചത് ശരിയായോ എന്നിവിടെ എൻഡോസൾഫാൻ ദുരന്തബാധിതർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകൾ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവരെയെല്ലാം ഓർത്തുകൊണ്ട് വിലയിരുത്തണം എന്നുമാണ് ആ സുഹൃത്തിനോട് പറയാനുള്ളത്. ഒരു പ്രശ്നം ഇതെല്ലാം പറയുമ്പോഴും സർക്കാരും ഔദ്യോഗിക സംവിധാനങ്ങളും എപ്പോഴും പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. അത് എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ ഇടയിൽ അനർഹരില്ലാത്തവർ കടന്നു വരുന്നുണ്ടോ എന്നതാണ്. അത്തരത്തിലുള്ള ഒന്നും അനുവദിക്കില്ല. സൂക്ഷ്മമായ പരിശോധനയും വിലയിരുത്തലും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകും എന്നാണ് ആദ്യമേ തന്നെ വ്യക്തമാക്കാനുള്ളത്. ഇവിടെ സർക്കാരിൻ്റെ കരുതൽ, സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ എടുത്തെടുത്ത് ഈ കഴിഞ്ഞത് ഇപ്പോഴത്തത് എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ കാണേണ്ടതായിട്ടില്ല. നമ്മുടെ സമൂഹമാകെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കൂടെയുണ്ട്. അപ്പോൾ ഏത് സർക്കാരായാലും ആകാവുന്ന സഹായം ഈ ദുരന്തബാധിതർക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്തെങ്കിലും വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹം പൊതുവിൽ വിലയിരുത്തുകയും ചെയ്യും. ഏതായാലും ഈ ദുരിതബാധിതരോടുള്ള കരുതൽ സർക്കാർ എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ ഓർക്കുന്നത് ഒരു നവകേരള യാത്ര സംഘടിപ്പിച്ചിരുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഈ വിഭാഗത്തിൻ്റെ കൂടെ കുറേ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നു. ഈ മേഖലയിലെ പൊതുപ്രവർത്തകരുണ്ട്. ഇതിൻ്റെ ആപത്ത് ശരിക്കും തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ആളുകൾ, അവരുമായി സംവദിക്കാനും ആ ഘട്ടത്തിൽ അവസരം ലഭിച്ചിരുന്നു. ഏതായാലും ഇവിടെ
അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും പ്രതിജ്ഞാബദ്ധമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. നേരത്തെ ഈ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത 127 പേർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം സർക്കാർ അനുവദിച്ചിരുന്നു. ദുരിതബാധിതർക്ക് 1000 രൂപ വീതം ഓണത്തിന് സഹായവും നൽകിയിരുന്നു. 10 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു, അത് അനുവദിക്കുകയും ചെയ്തിരുന്നു. ആശ്വാസകിരണം പദ്ധതിയും ചികിത്സാ സഹായവും തുടരുകയാണ്. ഇവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഏകോപനത്തിനും പുനരധിവാസത്തിനുമുള്ള സെൽ ബഹുമാനായ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ചെയർമാനായി പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ട പൂർണ്ണമായും കിടപ്പിലായവർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, മരിച്ചവരുടെ ആശ്രിതർ, ഇവർക്കെല്ലാം 5 ലക്ഷം രൂപ വീതവും, ശാരീരിക വൈകല്യമുള്ളവർ, ക്യാൻസർ രോഗികൾ, ഇവർക്ക് 3 ലക്ഷം രൂപ വീതവും ഗഡുക്കളായി നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് ആദ്യ 2 ഗഡുക്കൾ നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായാണ് 3ാം ഗഡുവായി 56,76,00,000 രൂപ വിതരണം ചെയ്യുന്നത്. പൂർണ്ണമായും കിടപ്പിലായ 257 പേർ, 2 ലക്ഷം രൂപ വീതം. ആകെ 5,14,00,000 രൂപയാണ് അനുവദിച്ചത്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച 1161 പേർക്ക് 2 ലക്ഷം വീതം, ആകെ 23,22,00,000 രൂപയും, ശാരീരിക വൈകല്യം ബാധിച്ച 985 പേർക്ക് 1 ലക്ഷം വീതവും, അങ്ങനെ ആകെ 9,85,00,000 രൂപ. ക്യാൻസർ രോഗികളായ 437 പേർക്ക് 1 ലക്ഷം വീതം, 4,37,00,000 രൂപ. മരണപ്പെട്ടവരുടെ ആശ്രിതരായ 709 പേർക്ക് 2 ലക്ഷം വീതം, 14,18,00,000 രൂപ. ഇതാണ് അനുവദിച്ചിട്ടുള്ളത്. ചികിത്സക്കായി വായ്പയെടുത്തവരുണ്ട്. അത്തരത്തിൽ ബാങ്ക് വായ്പയെടുത്തവരുടെ നടപടികളിന്മേൽ 1 വർഷത്തേക്ക് മൊറട്ടോറിയം നേരത്തെ തന്നെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 2006 മുതലാണ് ദുരിതബാധിതർക്ക് സഹായം നൽകാൻ ആരംഭിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ തുടർന്ന് ഗഡുക്കളായി നഷ്ടപരിഹാരവും പെൻഷനും നൽകുകയും ചെയ്തു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 450 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇത് സംബന്ധിച്ച് തീരുമാനമൊന്നും എടുത്തു കഴിഞ്ഞിട്ടില്ല. എൻഡോസൾഫാൻ നിരോധിക്കണമെന്ന ശക്തമായ ആവശ്യം ഉയർന്നപ്പോൾ ഉണ്ടായ പ്രതികരണം നമ്മളെല്ലാം ഓർക്കുന്ന കാര്യവുമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അത് കാസർകോട്ടെ ദുരിതബാധിത ഗ്രാമപ്രദേശങ്ങളിൽ നീതിയുടെ വെളിച്ചം തെളിയിക്കുന്ന ഒന്നാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കീടനാശിനി കമ്പനികൾ 3 മാസത്തിനകം 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന വിധിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. കീടനാശിനി കമ്പനികൾക്കും കേന്ദ്ര സർക്കാരിനും
ഇനി ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ചാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എൻഡോസൾഫാൻ മനുഷ്യ ശരീരത്തിൽ കടന്നാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ വ്യക്തമാക്കി നീതിപീഠത്തിന് നിരാകരിക്കാനാവാത്ത വിധം നടത്തിയ വാദത്തിൻ്റെ വിജയമാണ് സുപ്രീം കോടതി വിധി. 6 വർഷമായി ഇതിനു വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയ DYFI നേടിയ വിജയമാണിത് കാണിക്കുന്നത്. ഈ പോരാട്ടത്തിനെല്ലാം പിന്തുണ നൽകിയവരുണ്ട്. ഈ വിധിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നവരുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ അവരെയെല്ലാം ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ഏപ്രിൽ ആദ്യവാരം സ്പെഷ്യൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര ചികിത്സ ആവശ്യമുള്ള ദുരിതബാധിതരെ പ്രത്യേകമായി തന്നെ പരിഗണിക്കുകയും ചെയ്യും. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ രോഗികൾക്കും BPL റേഷൻ കാർഡ് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തന്നെ നടപടിയും ഉണ്ടാകും. ഈ ധനസഹായം നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തി വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ബഹുമാനായ റവന്യൂ മന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ധനസഹായ വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം.